ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രതിഷേധക്കാർ പാകിസ്ഥാനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ഹൈവേ ഉപരോധിച്ചത് എന്തുകൊണ്ടാണ്? ഷെഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വ്യാപാര നയങ്ങൾക്കെതിരെ പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ പ്രതിഷേധം കടുക്കുകയാണ്. പ്രക്ഷോഭം രൂക്ഷമായതോടെ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ പ്രധാന പാതയായ കാരക്കോറം ഹൈവേ പ്രകടനക്കാർ ഉപരോധിച്ചു. കഴിഞ്ഞ വർഷം ഡിസംബർ മുതൽ ഗുജറാത്ത് ചുരത്തിൽ പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വ്യാപാരം നിർത്തിവെച്ചതിൽ പ്രകടനക്കാർ പ്രതിഷേധിക്കുകയാണ്. സർക്കാരിന്റെ നയങ്ങൾക്കെതിരെ നാട്ടുകാർ തെരുവിലിറങ്ങുന്നത് ഇതാദ്യമായുമല്ല. വൈദ്യുതി പ്രതിസന്ധിയുടേതുൾപ്പെടെ നിരവധി പ്രതിഷേധങ്ങൾ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ സമീപ മാസങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇപ്പോഴത്തെ ഈ പ്രതിഷേധം എന്തിനാണ്? പാകിസ്ഥാൻ അധിനിവേശ ഗിൽജിത് ബാൾട്ടിസ്ഥാൻ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെ ലോക്കൽ ഇമ്പോർട്ടേഴ്സും എക്സ്പോർട്ടേഴ്സും പ്രതിഷേധങ്ങൾ നടത്തിവരികയാണ്. ഞായറാഴ്ച പ്രതിഷേധക്കാർ കാരക്കോറം ഹൈവേ ഉപരോധിക്കുകയും ഗതാഗതം തടസ്സപ്പെടുത്തുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. പ്രതിഷേധങ്ങൾ കാരണം ആയിരക്കണക്കിന് യാത്രക്കാരും വിനോദസഞ്ചാരികളും ഞായറാഴ്ച മണിക്കൂറുകളോളമാണ് ഹൈവേയിൽ കുടുങ്ങിയത്. 1300 കിലോമീറ്റർ ദൈർഘ്യമുള്ള കാരക്കോറം ഹൈവേ പാകിസ്ഥാനിലെ ഇസ്ലാമാബാദിനോടടുത്തുള്ള ഹസൻ അബ്ദൽ നഗരത്തെയും അതുപോലെ ഖുഞ്ചറാബ് ചുരം വഴി ചൈനയുടെ സ്വയംഭരണാധികാരമുള്ള സിൻജിയാങ് മേഖലയിലെ കാഷ്ഗറിനെയും ബന്ധിപ്പിക്കുന്നതാണ്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ ഇമ്പോർട്ടേഴ്സ് ആൻഡ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ, ഗിൽജിത് നഗർ ചേംബർ ഓഫ് കോമേഴ്സ്, ഒപ്പം നഗർ, ഹൻസ, ഗിൽജിത് എന്നിവിടങ്ങളിൽ നിന്നുള്ള ചെറുകിട വ്യാപാര സംഘടനകൾ എന്നിവ ഉൾപ്പെടുന്ന പാക് ചൈന ട്രേഡേഴ്സ് ആക്ഷൻ കമ്മിറ്റിയാണ് പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തത്. ഈ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യാപാരികൾ, സിവിൽ സൊസൈറ്റി അംഗങ്ങൾ എന്നിവർ പ്രക്ഷോഭത്തിൽ പങ്കെടുത്തു. തങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതുവരെ പാകിസ്ഥാനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന റോഡ് ഉപരോധിക്കുന്നത് തുടരുമെന്നാണ് പ്രതിഷേധക്കാരുടെ ഭീഷണി. കഴിഞ്ഞ 6 മാസമായി പാകിസ്ഥാനും ചൈനയും തമ്മിലുള്ള വ്യാപാരം നിർത്തിവെച്ചതിനെതിരെയാണ് വ്യാപാരികൾ പ്രകടനം നടത്തുന്നത്. ചൈനയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത 200-ലധികം കൺസൈൻമെന്റുകൾ ഗിൽജിത് ബാൾട്ടിസ്ഥാനിലെ സോസ്റ്റ് ഡ്രൈ തുറമുഖത്ത് കുടുങ്ങിക്കിടക്കുകയാണെന്നും കോടിക്കണക്കിന് രൂപയുടെ വസ്തുക്കൾ ഇതിനകം കാലഹരണപ്പെട്ടതായും പ്രതിഷേധ നേതാക്കൾ അവകാശപ്പെടുന്നു. വൺ ടൈം ആംനസ്റ്റി സ്കീം, അതായത് ഒറ്റത്തവണ പൊതുമാപ്പ് പദ്ധതി പ്രകാരം നഷ്ടം ചൂണ്ടിക്കാട്ടി വ്യാപാരികൾ അവരുടെ ക്ലിയറൻസ് ആവശ്യപ്പെടുന്നുമുണ്ട്. സോസ്റ്റ് ഡ്രൈ പോർട്ടിലെ FBRന്റെയും കസ്റ്റംസിന്റെയും നയങ്ങൾ തദ്ദേശവാസികളെ സാമ്പത്തികമായി ചൂഷണം ചെയ്യുന്നതായി അവർ ആരോപിക്കുന്നുമുണ്ട്. ഖുഞ്ചറാബ് ചുരം വഴി ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള വ്യാപാരമാണ് തദ്ദേശവാസികളുടെ ഏറ്റവും വലിയ വരുമാന മാർഗം. വ്യാപാരം നിർത്തിവെച്ചത് അവരെ തൊഴിലില്ലാത്തവരാക്കി മാറ്റിയെന്നും പ്രതിഷേധക്കാർ പറയുന്നുണ്ട്. ഗിൽജിത് ബാൾട്ടിസ്ഥാനെ പറ്റിയൊരു തർക്കം ഉണ്ടായിരുന്നിട്ടും ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ എല്ലാ നികുതികളും കസ്റ്റംസ് തീരുവകളും പ്രാദേശിക വ്യാപാരികൾ അടയ്ക്കണം. PMLN നഗർ ചാപ്റ്ററിന്റെ പ്രസിഡന്റ് ജാവേദ് ഹുസൈൻ പാകിസ്ഥാൻ സർക്കാരിനെ വിമർശിച്ചു. സർക്കാർ പ്രശ്നം പരിഹരിക്കുന്നതിൽ ഗൗരവമുള്ളവരല്ല എന്ന് ആരോപിച്ചു. ആ പ്രദേശങ്ങളിലെ ആളുകൾക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം ഉള്ളതിനാലാണ് പാകിസ്ഥാനിലെ മറ്റു തുറമുഖങ്ങളിലെ വ്യാപാര നയങ്ങളിൽ ഇളവ് വരുത്തിയതെന്ന് റിപ്പോർട്ടുണ്ട്. GB ജനത എല്ലാ നികുതികളും അടച്ചുവരികയാണ്. പക്ഷേ FBR അവരുടെ ചരക്കുകൾ വിട്ടുകൊടുക്കാൻ മടിക്കുന്നുവെന്നും പാകിസ്ഥാൻ സർക്കാർ ഉന്നതരായ തീവ്രവാദികൾക്ക് പോലും പൊതുമാപ്പ് നൽകുന്നു. അതുകൊണ്ട് തന്നെ നികുതി അടച്ചതിന് ശേഷം 250 കൺസൈൻമെന്റുകൾ വിട്ടുകൊടുക്കാൻ ഒറ്റത്തവണ പൊതുമാപ്പ് നൽകുന്നത് വലിയ ആവശ്യമല്ലായിരുന്നു എന്നും ഹുസൈൻ പറയുന്നുണ്ട്. ഗിൽജിത് ബാൾട്ടിസ്ഥാൻ സർക്കാർ പ്രതിഷേധക്കാരോട് അവരുടെ ആവശ്യങ്ങൾ യഥാർത്ഥമാണെന്ന് തന്നെ പറയുന്നുണ്ട്. എന്നാൽ പ്രശ്നം ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള ഫെഡറൽ സർക്കാരിനെ സംബന്ധിച്ചായിരുന്നുവെന്നും പറയുന്നു. ഇതാദ്യമായല്ല ഇങ്ങനെയുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഏപ്രിലിൽ ഭൂമി, ധാതുക്കൾ എന്നിവ പിടിച്ചെടുക്കുന്നതിനെതിരെയും വൈദ്യുതി തടസ്സങ്ങൾക്കെതിരെയും ഗിൽജിത് ബാൾട്ടിസ്ഥാൻ വ്യാപകമായ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിരുന്നു. പാകിസ്ഥാൻ സൈന്യത്തിനും സർക്കാരിനുമെതിരെ 100 കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിയിരുന്നു. ജനുവരിയിൽ നീണ്ട വൈദ്യുതി മുടക്കത്തിനെതിരായ കുത്തിയിരിപ്പ് സമരം കാരണം കാരക്കോറം ഹൈവേ അടച്ചിട്ടതിനാൽ സാധനങ്ങളുമായി വന്ന 100 കണക്കിന് ട്രക്കുകൾ CPEC ഡ്രൈ പോർട്ടിൽ കുടുങ്ങുകയും ചെയ്തിരുന്നു.